السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. സൂറത്ത് യാസീനിൽ 17 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു നാട്ടിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ നിഷേധിച്ച സന്ദർഭത്തിൽ ആ നിഷേധത്തിനവർ പറഞ്ഞ കാരണം, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, റഹ്മാനായ അള്ളാഹു യാതൊന്നും തന്നെ ഇറക്കിയിട്ടുമില്ല, നിങ്ങൾ കള്ളം പറയുന്നവർ മാത്രമാണ് എന്ന് പ്രവാചകന്മാരെ നോക്കി ധിക്കാരികളായ ജനങ്ങൾ പറഞ്ഞു. അവർ അതിന് മറുപടിയായി പറഞ്ഞത്, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. നമ്മുടെ റബ്ബ് അറിയുന്നവനാണ്, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിവൃത്തിയൊന്നുമില്ലല്ലോ. വമാ അലൈനാ, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ലല്ലോ, ഇല്ലൽ ബലാഗുൽ മുബീൻ, കാര്യങ്ങൾ വളരെ വ്യക്തമായി എത്തിച്ചു തരലല്ലാതെ. നിങ്ങളെ നിർബന്ധിച്ച് ഈ ആശയത്തിലേക്ക് കൊണ്ടുവരലൊന്നും ഞങ്ങളെക്കൂടെ കഴിവിൽപ്പെട്ടതല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടേതായ ഡ്യൂട്ടി നിർവഹിക്കുന്നു എന്നാണ് പ്രവാചകന്മാർ ആ നാട്ടുകാരായ ആളുകളോട് പറഞ്ഞത്. അതിന് അവർ വീണ്ടും നൽകുന്ന പ്രതികരണമാണ് ഇന്ന് നമ്മൾ ഓതി കേട്ടിട്ടുള്ള തുടക്കത്തിലെ 1-ാമത്തെ ആയത്തിലുള്ളത്. ഖാലു, ആ ജനങ്ങൾ പറഞ്ഞു, ആ നാട്ടുകാരായ ആളുകൾ പറഞ്ഞു ഈ പ്രവാചകന്മാരോട്, ഇന്നാ തതയ്യർനാ ബിക്കും, തീർച്ചയായും ഞങ്ങൾ തതയ്യർന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലക്ഷണക്കേട് ബാധിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ദുശ്ശകുനം ബാധിച്ചിരിക്കുന്നു. ബിക്കും, നിങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് ശകുനപ്പിഴ പറ്റിയിരിക്കുന്നു, ലക്ഷണക്കേട് ബാധിച്ചിരിക്കുന്നു എന്നാണ് ആ ജനങ്ങൾ ഈ പ്രവാചകന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. മാത്രമല്ല അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ലഇല്ലം തൻതഹു, തീർച്ചയായും നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഇൻതഹ അവസാനിപ്പിച്ചു, ലഇല്ലം തൻതഹു നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ഈ പണി നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ, അതായത് ഞങ്ങളെ ഈ നിങ്ങൾ പറയുന്ന സന്മാർഗത്തിലേക്ക് നിങ്ങൾ ദഅവത്ത് നടത്തുന്നു, അങ്ങനെ ആ വഴിയിലേക്ക് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നു, ആ രൂപത്തിലുള്ള നിങ്ങളുടെ ഈ പ്രവൃത്തി നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ
ലനർജുമന്നകും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. റജമ എറിഞ്ഞു എന്നുള്ളതിനും പറയും, എറിഞ്ഞു കൊന്നു എന്നുള്ളതിനും പറയും. റജമ പിന്നെ മുതാരിയാണ് യർജുമു. യർജുമു ലഇല്ലം തന്തഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലനർജുമന്നകും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. വലയമസ്സന്നകും, തീർച്ചയായും നിങ്ങൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മസ്സ ബാധിച്ചു, മസ്സ യമസ്സു, ലയമസ്സന്നകും, തീർച്ചയായും നിങ്ങൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മിന്നാ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, അദാബുൻ അലീമുൻ, പെയിൻഫുള്ളായ ശിക്ഷ, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങൾ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു അവരുടെ ഭീഷണി. അപ്പൊ അതിന് പ്രവാചകന്മാര് പറഞ്ഞ മറുപടി, ഖാലു, ആ പ്രവാചകന്മാര് പറഞ്ഞു, ത്വാഇറുക്കും, നിങ്ങളുടെ ലക്ഷണക്കേടും നിങ്ങളുടെ ശകുനപ്പിഴയുമൊക്കെ. ത്വായിർ എന്ന് പറഞ്ഞാൽ ശരിക്കും പക്ഷി എന്നാണ് അർത്ഥം. ഇവിടെ എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നിങ്ങനെ മനസ്സിലാക്കുക, ത്വായിറുക്കും, നിങ്ങളുടെ ശകുനപ്പിഴ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാധിച്ച ലക്ഷണക്കേട്, മഴക്കും അത് നിങ്ങളുടെ കൂടെ തന്നെയുള്ളതാണ്, ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് വല്ല ലക്ഷണക്കേടും ശകുനപ്പിഴയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, അത് നിങ്ങളെ കൂടെ തന്നെ ഉള്ളതാണ്. ത്വായിറുക്കും മഴക്കും. അഇൻ ദുഃഖിർത്തും, നിങ്ങളോട് ഞങ്ങൾ ഉപദേശവും ഉത്ബോധനവും നൽകിയതിൻ്റെ പേരിലാണോ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ദുഃഖിറ, മുന്നറിയിപ്പ് നൽകപ്പെട്ടു, ഉപദേശം നൽകപ്പെട്ടു. അഇൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൻ്റെ പേരിലാണോ? അതാണ് ഇതിൻ്റെ അർത്ഥം. അഇൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൻ്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് അതിൻ്റെ ബ്രാക്കറ്റ്. ബൽ, മാത്രമല്ല, അന്തും, നിങ്ങൾ, ഖൗമും മുസ്രിഫൂൻ, അതിരുകവിഞ്ഞ ഒരു ജനതയുമാകുന്നു. നിങ്ങളൊരു ജനതയാണ്. മുസ്രിഫൂന, അതിരുവിട്ടവർ, പരിധി കവിഞ്ഞവർ, അതിർ കവിഞ്ഞവർ. ഇസ്റാഫ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. ഇസ്റാഫ് പാടില്ല, ദുർവ്യയം ചെയ്യുക, അതിര് കവിയ. നിങ്ങളൊരു അതിര് കവിഞ്ഞ ജനതയാണ്, അതാ നിങ്ങളുടെ തകരാറ് എന്നിങ്ങനെ ആ നബിമാർ ഇവരോട് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു. ഇനി സഹോദരങ്ങളെ, എന്താ ഇവിടെ പറയുന്ന ആശയം? ആ ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ അസ്ഹാബുൽ ഖറിയ, ആ നാട്ടുകാർ പറഞ്ഞു പ്രവാചകന്മാരോട്, ഇന്നാ തതയ്യർനാബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ശകുനപ്പഴയിലായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരു ഖൈറും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇല്ല ശർറ് ലം നറ അലാ ഖുദൂമിക്കും അലൈനാ വത്തിസാലിക്കും ബിനാ ഇല്ല ശർറ്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കാലുകുത്തിയതിൻ്റെ ശേഷം ഇവിടെ ഖൈറുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളിവിടെ വന്നതിൻ്റെ ശേഷം ഈ നാട്ടിൽ മുഴുവൻ എന്താണ്? ഷർറാണ്. അതാണ് പിന്നെ അവർക്ക് ബാധിച്ച ശകുനപ്പിഴ എന്ന് അവർ പറയുന്നത്. വാസ്തവത്തിൽ ഈ പ്രവാചകന്മാർ വന്നതിൻ്റെ ശേഷം അവർക്ക് അവിടെ ഖൈറല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ഖൈറായ ദൂതന്മാരുടെ വരവിനെക്കുറിച്ച് പോലും അവരുടെ അന്ധവിശ്വാസത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ വരവ് കൊണ്ടും ഈ നാട്ടിൽ ശകുനപ്പിഴയാണ് ബാധിച്ചിട്ടുള്ളത് എന്ന് ആക്ഷേപിക്കുവാനാണ് ആ അസ്ഹാബുൽ ഖറിയ തയ്യാറായത്, ആ നാട്ടുകാർ തയ്യാറായത്. അത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ആ നാട്ടുകാർക്ക് ക്ഷാമം ബാധിച്ചു എന്നാണ്. ഇമാം മുഖാത്തിൽ റഹിമഹുല്ല പറയുന്നുണ്ട്, ഹുബിസ അൻഹുമുൽ മത്തർ സലാസ സിനീൻ, 3 കൊല്ലം ആ നാട്ടിൽ മഴ ഉണ്ടായില്ല എന്നാണ്. 3 കൊല്ലം ആ നാട്ടിൽ തുടർച്ചയായി മഴ കിട്ടിയില്ല. അപ്പൊ ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ ബിശുഅ്മിക്കും, നിങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇവിടെ മഴ ഉണ്ടായിരുന്നു, നിങ്ങൾ വന്നിട്ട് ഇപ്പൊ മഴയില്ലാതായി, ഒരു തുള്ളി ഇങ്ങോട്ട് പെയ്യണില്ല. കാരണം അത്ര നല്ല ആൾക്കാരല്ലേ നിങ്ങൾ, പുത്തംവാദികളാണ് നിങ്ങൾ എന്ന് മഹാന്മാരായ പ്രവാചകന്മാരെ നോക്കിയിട്ടവർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ലയില്ലം തന്തഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത്, അൻ ഇൻദാരിന, ഞങ്ങളെ ഈ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷ വരുന്നും ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ദഅവത്ത് നിങ്ങൾ അവസാനിപ്പിച്ചോളണം.
ഇല്ലെങ്കിൽ എന്താണ് ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും, എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ എറിഞ്ഞു ഓടിക്കും, ഏത് നിലക്കും ആവാം. മാത്രമല്ല അതിൻ്റെയും പുറമെ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ ഞങ്ങൾ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ആ ജനങ്ങൾ, നന്ദി കെട്ട ജനങ്ങൾ പ്രവാചകന്മാരോട് പറഞ്ഞത്. അപ്പൊ അതിന് നബിമാരുടെ മറുപടിയാണ്, ത്വായിറുക്കും മഴക്കും, നിങ്ങൾക്കുള്ള ദുശ്ശകുനമൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ്. അയിൻ ദുഃഖിർത്തും, ഞങ്ങൾ നിങ്ങളെ ഉപദേശിച്ചതിൻ്റെ പേരിലാണോ ഈ ആക്ഷേപമൊക്കെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത്? അതൊന്നുമല്ല കാര്യം. ബൽ, പക്ഷേ അൻതും നിങ്ങൾ ഖൗമും മുസ്രിഫൂന, അതിര് കവിഞ്ഞ ധിക്കാരികളായ ഒരു ജനതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വർത്താനമൊക്കെ പറയുന്നത്, ഞങ്ങളുടെ കാരണത്താൽ അല്ല. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസത്തിന്റെ ഒരു സാമ്പിളാണ് ഈ ആയത്തിൽ പറയുന്ന ഭാഗം. ഈ തത്തയ്യറ എന്ന പ്രയോഗം വരാനുള്ള കാരണം എന്താണ്? തത്തയ്യറ എന്ന് പറഞ്ഞാൽ പക്ഷി ലക്ഷണം നോക്കി എന്നാണ് ശരിക്കും അർത്ഥം. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണാർത്ഥം പക്ഷികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഒരു പക്ഷിയെ പിടിച്ചാണ് പറപ്പിക്കും. ആ പക്ഷി വലതുഭാഗത്തേക്കാണോ പറന്നുപോയത്, ഇടതുഭാഗത്തേക്കാണോ അത് പറന്നുപോയത്, ഇനി അതുമല്ല നേരെ മുന്നോട്ടാണോ പറന്നത്, അതോ ഇങ്ങോട്ട് ബാക്കോട്ട് മടങ്ങി വരികയാണോ ചെയ്തത്, ഇതൊക്കെ നിരീക്ഷിക്കും. എന്നിട്ട് ആ നിരീക്ഷിച്ചതിൻ്റെ ശേഷം അവർക്ക് ഇതിനൊക്കെ ഒരർത്ഥമുണ്ട്. വലത്തോട്ട് പാറിയ അതിനിങ്ങനെ ഒരു മഴനുണ്ട്, ഇടത്തോട്ടാ പാറിയതെങ്കിൽ ഇങ്ങനെ ഒരു മഴനുണ്ട്, നേരെ പാറിയതാണെങ്കിൽ വേറൊരു അർത്ഥമുണ്ട്, അതല്ല അങ്ങോട്ടൊന്നും പുറച്ചാണ് പോയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മടങ്ങിപ്പോകുന്നുവെങ്കിൽ അതിന് മറ്റൊരർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ പക്ഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭാഗ്യ നിർഭാഗ്യ പരീക്ഷണം, ശകുനം നോക്കുന്നൊരു ഏർപ്പാട് ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജാഹിലിയ കാലം എന്ന് പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുള്ള ജനതക്ക് മാത്രമല്ല, എത്രയോ മുമ്പുള്ള ജനത ഈ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് ഇസ്ലാമികമായ ദഅവത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ സ്വാലിഹ് നബിയുടെ ജനത സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതെന്താണ്? അവരും പറഞ്ഞ വാക്ക് ഇത് തന്നെയായിരുന്നു. എന്താ പറഞ്ഞത്? തീർച്ചയായും ഞങ്ങൾ തത്തയ്യർനാ ബിക്കും എന്നാണ് അവർ പറഞ്ഞത്. തത്തയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ബാധിച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് ശകുനപ്പുഴ ബാധിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവിടെ മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ജനങ്ങൾ പറഞ്ഞതാണ്, സാലിഹ നീ ഈ നാട്ടിൽ വന്നതിന്റെ ശേഷം ഇവിടെ ആകെ ലക്ഷണം കിട്ടും, ഇവിടെ എല്ലാ നാടിന്റെ പുരോഗതിയും നഷ്ടമായി. സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഈ വിഭാഗത്തിന്റെ സ്വഭാവങ്ങൾ പറയുന്നിടത്ത് സാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു കൊടുത്ത വർത്തമാനം അവിടെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അവിടെ ആ ജനങ്ങൾ കൊടുത്ത പ്രത്യേകമായ പ്രതികരണം അവിടെ അല്ലാഹു പറയുന്നത് ഖാലു ത്വയ്യർനാ ബിക വബിമൻ മഅക. ഖാലു, ആ ജനങ്ങൾ പറഞ്ഞു സാലിഹ് നബിയോട്, ഖാലു ത്വയ്യർനാ ബിക വബിമൻ മഅക, നിന്നെ കൊണ്ടും നിന്നെ കൂടെയുള്ള ആളുകളെ കൊണ്ടും ഞങ്ങൾക്ക് ശകുനം ബാധിച്ചിരിക്കുന്നു. അതാണ് അവർ പറഞ്ഞ ആക്ഷേപം. അതിന് മഹാനായ സാലിഹ് നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി ഇതേപോലെയാണ്. ഖാല ത്വായിറുക്കും ഇൻദല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദുശ്ശകുനപ്പഴി, നിങ്ങളുടെ ഈ നോട്ടമൊക്കെ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണ തന്നെയാണ്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ട, നാശത്തിൽ അകപ്പെട്ട ഒരു ജനതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാ ശകുനപ്പഴയും ലക്ഷണക്കേടും ഒക്കെ നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാനോ എന്നിൽ വിശ്വസിച്ച വിശ്വാസികളോ ഉത്തരവാദിയല്ല എന്ന് ആര് പറയാണ്? സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രക്കാരോട് അന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ ഇതിന്റെ പഴക്കം മനസ്സിലാക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊന്നൊന്നിലും തുടങ്ങിയതല്ല ഈ ശകുനപ്പുഴ പറയുന്ന ഏർപ്പാട്. ഇനി മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമികമായ ദഅവത്തുമായി ആ ജനങ്ങൾക്കിടയിലേക്ക് വന്നപ്പോൾ അന്നാട്ടുകാരായ ആളുകൾ പറഞ്ഞ മറുപടിയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 143 ആയത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ഇസ്ലാമികമായ ദഅവത്ത് നടത്തിയ വേളയിലും ആ ജനങ്ങൾ പറഞ്ഞ ഇതേ മറുപടി, ഇതേ കാര്യം തന്നെയാണ് അവരും പറഞ്ഞത്. എന്താ അവർ പറഞ്ഞത്? മൂസ, നിന്റെ വരവോടുകൂടി ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുശ്ശകുനമാണ് ഇവിടെ ബാധിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി അവർ ആക്ഷേപസ്വരത്തിൽ തന്നെ പറഞ്ഞു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്.
നീ കാരണം നീയും നിന്റെ ആളുകളും ഈ രാജ്യത്ത് കാലുകുത്തിയതിൻ്റെ ശേഷം ഇവിടെ മഴയില്ല, ഇവിടെ ക്ഷാമമാണ്, ഇവിടെ വരൾച്ചയാണ് തുടങ്ങിയിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങളാണ് ആ സമൂഹം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആക്ഷേപിച്ചത്. അല്ലാഹു തആല അതിന് മറുപടി കൊടുത്തതെന്താ? വയിൻ തുസിബുഹും സയ്യിഅത്തുൻ യതയ്യറു ബിമൂസാ വമൻ മഅഹു അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാഹ്. അഅറാഫിലെ 131-ാമത്തെ ആയത്ത്. സൂറത്തുൽ അഅറാഫിലെ 131-ാമത്തെ ആയത്തിൽ ഇവരുടെ ഈ വാദവും അതിന് അല്ലാഹ് കൊടുക്കുന്ന മറുപടിയുമുണ്ട്. എന്താണ് അവരുടെ വാദം? വയിൻ തുസിബുഹും സയ്യിഅത്തുൻ. മൂസാ അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിച്ചതിൻ്റെ ശേഷം ആ നാട്ടുകാരിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ഉടനെ അവരത് ആരിലേക്ക് ചേർത്തി പറയും? യതയ്യറു ബിമൂസാ വമൻ മഅഹു. ഇതൊക്കെ മൂസ വന്നിട്ടുണ്ടായതാണ്. ഇതൊക്കെ മൂസയും കൂട്ടരും വന്നിട്ട് ഈ രാജ്യത്തുണ്ടായ ശകുനപ്പിഴകളാണ്. ഈ നാട് നല്ലൊരു നാടായിട്ട് സുഭിക്ഷമായ നാടായിരുന്നു. ഇപ്പം ക്ഷാമവും വറുതിയും രോഗങ്ങളും പ്രയാസങ്ങളും വെള്ളപ്പൊക്കവും മറ്റു പല കാരണങ്ങളും വന്നിട്ടുണ്ട്. എന്താ കാരണം? മൂസയും കൂട്ടരും ഇവിടെ കാലുകുത്തിയ ഇടം മുതൽ ഈ നാട് നശിച്ചു. അതിനല്ല മറുപടി കൊടുത്തു, അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാഹ്. നിങ്ങളുടെ ഭാഗ്യരക്ഷണമൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിന് മൂസയിൽ വിശ്വസിച്ച വിശ്വാസികളൊന്നും അതിന് ഉത്തരവാദികളല്ല എന്ന മറുപടി കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള ഈ ചിന്താഗതി സമൂഹത്തിൽ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു, ഇന്നും അത് നിലനിൽക്കുന്നു. ഇതിൻ്റെ പ്രായം ഇതിനൊരു പ്രശ്നേ അല്ല. ഈ ഒരു ചിന്താഗതി നിലനിൽക്കാത്ത ലോകം ഇല്ല. ഇന്നും ആളുകൾക്ക് പേടിയാണ്. ഇപ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, ഹാദിഹിൽ ഖുറാഫാത്ത്, ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇത് സമൂഹത്തിൽ നിന്ന് കയ്യും കണക്കുമില്ലാത്ത വിധത്തിൽ നിന്ന് രാജ്യത്തൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്നു. ഫമിൻഹും മൻ യതശാഅമു ബിമർഇയിൻ. ചില കാഴ്ചകൾ കണ്ടാൽ അതിൽ ശകുനപ്പഴ പേടിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. ഏതുപോലെ റുഇയത്തുൽ ബൂമാ വൽ ഖിത്തിൽ അസ്വദ്. കരിമ്പൂച്ചയെയോ കൂമനെയോ കണ്ടാൽ പേടിക്കുന്ന ജനങ്ങളുണ്ട്. ഏതാ ജനങ്ങൾ എന്ന് നമുക്ക് വളരെ ക്ലിയറാണ്. കറുത്ത പൂച്ച വിലങ്ങി ചാടിയാൽ മതി, അവനാൻ്റെ വണ്ടി സൈഡ് ഒതുക്കി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ടാക്സി വിളിച്ചു പോകും. ഇനി നമ്മളെ വണ്ടി ഓടിച്ചൂടാ, കാരണം കരിമ്പൂച്ച വിലങ്ങി ചാടിയാണ് എന്നാണ്. അത് അപ്പുറത്തുള്ള കൊട്ടയിൽ നിന്ന് എന്തോ അതിന് ആഹാരം കണ്ടിട്ട് അത് അങ്ങോട്ട് ചാടിയതാ. അത് ഉബ്ബൻ്റെ ഹൈറും ഷെറേട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പൊ പൂച്ച വിലങ്ങി ചാടിയാണ്, അത് തന്നെ പൂച്ചയുടെ നിറം നോക്കിയിട്ടാണ്. കറുത്ത പൂച്ചയാണോ എന്നാ പ്രശ്നമാണ്. അങ്ങനെ പേടിക്കുന്ന ആളുകൾ. ചില ശബ്ദങ്ങൾ കേട്ടാൽ അതിൽ ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഈ കൂമന്റെ മൂളൽ, അതേപോലെ തന്നെ കാക്കയുടെ കരച്ചിൽ കേട്ടാൽ പേടിക്കുന്ന, അല്ലെങ്കിൽ അതിന്മേൽ ലക്ഷണം മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. രണ്ടും രണ്ടാണ്. ഭൂമത്തിന്റെ കരച്ചിൽ കേട്ടാൽ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. നമ്മളെയൊക്കെ വീട് ചെറുപ്പത്തിൽ, ഞാനൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ വീടിന്റെ പറമ്പിൽ നിന്ന് രാത്രിയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും. ഈ കൂമം മൂളുക എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിലൊക്കെ ആ പക്ഷിക്ക് എന്താ പറയാന്ന് എനിക്കറിഞ്ഞൂടെ. ഒരു സാധു കുറ്റിച്ചൂള എന്ന് പറയും, കൂമെന്ന് പറയും, മൂങ്ങ എന്ന് പറയും. ഇതാണെങ്കിൽ ഇതിന് ഇടയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇണചേരണ സമയമാകുമ്പോൾ ഇതൊരു ശബ്ദം പുറപ്പെടുവിക്കും. അതിങ്ങനെ പോകുക എന്നാണ് പറയണത് എന്നാണ് അതിൻ്റെ സാദൃശ്യം എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. എന്നിട്ട് വല്യമ്മ പറയും, മോനെ കല്ലെടുത്ത് എറിഞ്ഞതിനെ ഓടിക്ക്, കൂമം മൂളിയിട്ടുണ്ട്, 40 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ മയ്യത്താണ്, പരിയിൽ മയ്യത്തുണ്ടാവുന്നു. പോകുക എന്നാണ് ആ പറയണത്. അസ്രായിലാണ് ആ മൂളിനത്. അസ്രായിലിനെ വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് 40 ദിവസത്തിൻ്റെ ഉള്ളിൽ വേഗം എറിഞ്ഞോടിക്കുക. ഞാൻ എറിഞ്ഞോടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ദൃക്സാക്ഷിയായ ഞാൻ പറഞ്ഞത് കേട്ടീമ കേട്ടോന്നല്ല, നിങ്ങൾക്കൊന്നും ഇപ്പോൾ അത് പരിചയം ഉണ്ടാവില്ല. ഞാനിതൊക്കെ പണ്ടേത് കേട്ടിട്ടുണ്ട്. ഈ കൂമം മൂളിയാലും ഭയങ്കര പ്രശ്നം, ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് കൂമം മൂളാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അതാണെങ്കിൽ ആ രാത്രിയുടെ നിഗൂഢതയിൽ ഇതിൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത്തിരി പേടി തോന്നും ചെയ്യും. ഇത് മനസ്സിലുണ്ടേനും. അപ്പം ഇങ്ങനെ ഭൂമത്തിൻ്റെ, പിന്നെ ഖുറാബ്, അതും നമ്മളെ ദൃക്സാ അനുഭവമാണ്. ഖുറാബിനെ പേടിച്ചിട്ടല്ല. ഖുറാബ് കാക്ക കുറുകണ കാണുമ്പോൾ വീട്ടിൽ നിന്ന് പറയും, മോനെ അത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് കുറുകണത്, ആ ഭാഗത്തുനിന്ന് വിരുന്നുകാർ വരാണ്ട് എന്ന്, ചോറ്റിന് അരി ഇടണം എന്ന്, വിരുന്നുകാർ വരാണ്ട്. അപ്പൊ കാക്കന്റെ കരച്ചില്, കൂമന്റെ മൂളല്, തീർന്നില്ല. ഇതൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട് എന്നാണല്ലോ ഇപ്പൊ ഈ പറയണീൻ്റെ. ഇതൊക്കെ അറബി എന്നാണല്ലോ ഞാൻ വായിക്കുന്നത്. ഇനി ഖുർആൻ ഓതുന്ന ഒരു വ്യക്തിയുടെ ഒരു ആയത്ത് കേൾക്കുന്നതിലൂടെ, ഖുർആൻ ആദ്യം അങ്ങോട്ട് മറിച്ചേക്ക് കണ്ട ആയത്ത് കണ്ടതിലൂടെ പോലും പേടിയും രക്ഷയും ശിക്ഷയും കണക്കാക്കുന്ന ജനങ്ങളുണ്ട്. ഖുർആൻ തുറന്നേക്ക് ഞാൻ കണ്ട ആയത്ത് ഏതായിരുന്നു? അത് സ്വർഗത്തെ പറ്റി പറയണോ? എന്നാ നിന്റെ കാര്യമൊക്കെ ഉഷാറാ. തുറന്നേക്ക് കണ്ടൊരു നരകത്തെ കുറിച്ച് പറയണതായിരുന്നോ? അന്നത്തെ കാര്യം പോക്കാണ്. ഇങ്ങനെ
ആ രൂപത്തിൽ പേടിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. വമിൻഹും മൻ യതശാഅമു ബിഅദദിൻ, ചില എണ്ണങ്ങളെ, ചില നമ്പറുകളെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. കതശാഉമി മിൻ റഖ്മി 13, 13നെ ഭയപ്പെടുന്നവരുണ്ട്. 13 പേടിയാണ് ആളുകൾ, ചില നമ്പർ കേട്ട പേടിയാണ്. അതുകൊണ്ട് പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും 12 കഴിഞ്ഞാൽ പിന്നെ 12A എന്നല്ലാതെ 13 ഇല്ല. വാർഡുകളിലെ രോഗികളെ കിടത്തുന്ന ഹോസ്പിറ്റലുകളിലൊന്നും 13-ാം നമ്പർ റൂം ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ പരിശോധിച്ച് നോക്കി, നിങ്ങൾ എവിടെ പോയി നോക്കി, നിങ്ങൾ 12 കഴിഞ്ഞാൽ പിന്നെ 13 കാണൂല. 13 എന്താ? ദുശകുനാണ്. അതിൽ രോഗിനെ കയറ്റിയാൽ പിന്നെ മയ്യത്തായിട്ടേ ഇറക്കുള്ളൂ എന്നാണ്. ആ റൂം കിടത്തിക്കൂടാ. നമ്മുടെ കേരള നിയമസഭയിലെ ഒറ്റ മന്ത്രിമാർക്കും 13-ാം നമ്പർ കാറ് വേണ്ട, MLA-മാർക്കും വേണ്ട, മന്ത്രിമാർക്കും വേണ്ട. 13-ാം നമ്പർ ഏത് ഭരണകൂടം രാജ്യത്ത് ഭരണത്തിൽ കയറിയാലും 13-ാം നമ്പർ കട്ടപ്പുറത്താണ്. അത് റോട്ടിലിറക്കൂല. പേടിയാണ്. 13-ാം നമ്പറിൽ യാത്ര ചെയ്യാൻ പറ്റൂല. 13-ാമത്തെ നമ്പർ പേടിയാണ്. അങ്ങനെ നമ്പറിനെ പേടിക്കുന്ന ആളുകളുണ്ട്. ഔ സമാനിൻ, ഇനി സമയത്തെ, കാലത്തെ പേടിക്കുന്നവരുണ്ട്. കത്തശാഉമി മിൻ യൗമിൽ അർബിആഇ ഔ മിൻ ശഹരി ശവ്വാൽ ഇദാ അറാദ അസ്സവാജ ഫീഹി, ഏത് ബുധനാഴ്ച പേടിക്കുന്ന ആളുകളുണ്ട്. മക്കളെ ഒടുക്കത്തെ ബുധനാഴ്ചയാണ് എന്ന് പറയും. എന്താ ഒടുക്കത്തെ ബുധനാഴ്ച? വമ്പിച്ച നഹ്സാണ്. ആദരവായ റസൂലുള്ളാഹിക്ക് പനി തുടങ്ങിയ ദിവസമാണ്. അതൊരു സഫറിലെ ഒടുക്കത്തെ ബുധനാണ് പനി തുടങ്ങിയത്. എന്നിട്ട് റബീഉൽ അവ്വൽ 12-നാണ് മരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച എന്താണ്? ദുശകുനാണ്. അപ്പൊ ബുധൻ പ്രശ്നമാണ്. ഔ മിൻ ശഹരി ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ, ഇത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. ശവ്വാൽ മാസത്തിൽ നിക്കാഹ് നടത്താൻ പാടില്ലാതിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ മുഹറം, ഇന്നിപ്പോൾ മുഹറം 10 കഴിയാതെ കല്യാണം പാടില്ല എന്നാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ചൊല്ല്. മുഹറം 10 കഴിഞ്ഞോട്ടെ. കല്യാണം നിശ്ചയിക്കാൻ പോയാൽ പള്ളിക്കലത്തെ ഉസ്താദിനോട് പോയിട്ട് വീട്ടുകാരൻ ചോദിക്കും, അല്ല ഉസ്താദെ, മോളെ കല്യാണം നിശ്ചയിക്കുന്നുണ്ട്, എന്നാ നല്ല ദിവസം? അപ്പോൾ ഉസ്താദ് കലണ്ടർ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് പറയും, മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിയട്ടെ. മുഹറം 10 ഭയങ്കര പേടിയോടുകൂടെ കാണുന്നത്. അതേപോലെ ജാഹിലിയത്തിൽ അന്നുണ്ടായിരുന്ന പേടി ശവ്വാൽ മാസമായിരുന്നു. അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും ഈ ശവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കൽ വല്ലാത്ത പേടിയായിട്ട് കണ്ടതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കല്യാണം കഴിച്ച് വീട് കൂടിയത് ശവ്വാലിൽ തന്നെയായിരുന്നു. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ഇത്രയേറെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന ഒരു ഭാര്യ എന്നെപ്പോലെ ആരാ ഉള്ളതെന്ന് ആയിഷമ്മ ബീവി ചോദിക്കുകയും ചെയ്തു. നമ്മളാൾക്കാരും മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. വിശ്വാസം ഇല്ലാത്തവനും പറയും, അത് കഴിഞ്ഞോട്ടല്ലേ. വിശ്വാസം ഇല്ലാത്തവനും പറയുന്നത് അത് കഴിഞ്ഞോട്ടല്ലേ, ഇനി അഥവാ എന്തെങ്കിലും വന്നാലോ എന്നാണ്. ഇവിടെ ആയിഷമ്മ ബീവി ചെയ്താൽ എന്താ? വീട് കൂടി ആ പാടില്ല എന്ന് പറഞ്ഞ കാലം നോക്കിയിട്ട് വിവാഹം നടത്തി വീട് കൂടിയെന്ന്. എന്നിട്ട് പറയണ, എന്നെക്കാണ് ഏറ്റവും നല്ല ഉഷാറിൽ ജീവിക്കണ ഏത് ഭാര്യ മുസ്തഫയുടെ കൂടെ ഉള്ളത്? ഞാൻ ശവ്വാലില്ല എൻ്റെത് കഴിഞ്ഞത്. ആരാ പറയണേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോ ശവ്വാലിനെ അങ്ങനെ കണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. തീർന്നില്ല. ഔ മക്കാനിൻ ഔ സിഫത്തി ശഖ്സിൻ, നീ ചില വ്യക്തികളെ കണ്ടാൽ ബേജാറാകുന്ന ആളുകളുണ്ട്. കത്തശാഉമി മിനൽ അഅ്റജി വൽ അഅ്മാ, കാലിന് മുടന്തുള്ള ഒരാളെ രാവിലെ തന്നെ കണ്ടത്, ഒരു ചട്ടക്കാലിനെ കണ്ടത്, അല്ലെങ്കിൽ ഒരു കണ്ണുപൊട്ടിയ ഒരാളെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഔ കത്തശാഉമി മിൻ റുഇയത്തി ഫഖീരിൻ ഔ മുഹ്താജിൻ, അല്ലെങ്കിൽ ഒരു ഫക്കീറായ സാധു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കാലിച്ചാക്ക് തലയിലേറ്റ് നടക്കുന്ന ഒരാളെ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ കണ്ടത്. ഇന്നത്തെ കാര്യം കട്ട പുകയാണ്. ആരെന്താ കണ്ടത്? ഒരു രോഗിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫക്കീറായ മനുഷ്യനെയാണ്, അല്ലെങ്കിൽ കയ്യിന് ഒരു വികലാംഗനെയാണ് കണ്ടെത്തിയത്. ഇന്നത്തെ പ്രശ്നമാകെ എല്ലാം കുളമാകും. ഇതൊക്കെ ജാഹിലിയത്തിലുണ്ട്, ഇന്നുണ്ട്. ഇന്നുണ്ട് ആളുകൾക്ക് കൈ ഇങ്ങനെ ചൊറിഞ്ഞാൽ പറയും, ആ എവിടുന്നോ പണം കിട്ടാണ്ട്, പണം വരാണ്ട് എന്ന് പറയും. കണ്ണിങ്ങനെ ചൊറിഞ്ഞാൽ പറയും, ആ ആരോ വരാൻ നിൽക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട ആരെ കാണാൻ അടുത്തിട്ടുണ്ട് എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ട് വീട്ടിൻ്റെ ഉത്തരത്തിലിരിക്കുന്ന ഗൗളി ശബ്ദിച്ചാൽ പറയും, ആ പല്ലി ശബ്ദിച്ചിക്കണ്, പ്രശ്നമാണ്, ആ പറഞ്ഞത് സത്യമാണ്, സത്യപ്പെടുത്തി. ഗർഭിണിയുടെ വയറ്റിലേക്കോ ശരീരത്തിലേക്കോ തവള ചാടിയാ പറയും, ആകെ പ്രശ്നമാണ്, വയറ്റിലെ കുട്ടി ഇനിയിപ്പോൾ തവളനെ പോലിരിക്കും. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ പേറിയിട്ടാണ് നമ്മുടെ സമുദായം നടക്കുന്നത്. ദുൽഹജ്ജ് മാസം അതിരാവിലെ വലിയൊരു നാളിൻ്റെ ദിവസം
കിണറ്റിൽ നിന്നൊക്കെ സുബഹിക്ക് നമ്മൾ പോയിട്ട് വെള്ളം മുക്കി വെച്ചിരുന്നു. ഇത് ഞാൻ അനുഭവപ്പെട്ടു. എന്താ, അന്ന് ലോകത്തുള്ള എല്ലാ കിണറ്റിലേക്കും സംസമിന്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് 10 അന്ന് വലിയൊരു നാക്ക് കിണറ്റിൽ നിന്നൊക്കെ ആദ്യം മുക്കണ വെള്ളം എന്താണെന്നാണ് വിശ്വസിച്ചിരുന്നത്? സംസം വെള്ളമാണ്. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളും ഇങ്ങനെ അരങ്ങ് വാഴുന്ന ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തിൽ ഇതിൽ നിന്ന് വന്നതാണ്. തീറത്ത് ഈ പ്രയോഗതാണ്. പക്ഷിനെ നോക്കിയിട്ട് ഭാഗ്യം. പിന്നെ ഏത് രൂപത്തിലുള്ള ദുഷ്ടഗുണപ്പയുടെ കാര്യങ്ങൾക്കും പിന്നെ പൊതുവിൽ പ്രയോഗിക്കുന്ന പ്രയോഗം എന്തായി മാറി? തീറത്ത് ആയി മാറി. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, ലാ അദ്വ വലാ തീറത, ലാ അദ്വ പകർച്ചവ്യാധിയില്ല, അതേപോലെ തന്നെ വലാ തീറത പക്ഷി ലക്ഷണം നോക്കലുമില്ല, ദുശ്ശഗുണവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ അവസരത്തിൽ വയുജിബുനി അൽ ഫഇലു, ഫഇല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമായിരുന്നു. എന്താ ഈ ഫഇല്? സഹാബത്ത് ചോദിച്ചു, വമൽ ഫഇലു, എന്താ നബിയെ ഫഇല് എന്ന് പറഞ്ഞാൽ? ചില നല്ല ലക്ഷണങ്ങൾ, അത് നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കലിമത്തുൻ ത്വയ്യിബ, നമ്മളൊരു കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ഒരാൾ നല്ലൊരു വാക്ക് പറഞ്ഞാൽ അതൊരു നല്ല ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിരുന്നു. നമ്മളൊരു നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനത്തിന്റെ വാക്ക് ഒരു നല്ല രൂപത്തിലുള്ള ഒരു ഭാഗ്യ അടയാളമായി ആര് കണ്ടിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു. അതല്ലാത്ത നിലക്കുള്ള മറ്റ് ഈ രൂപത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്വയ്യറത്തു ശിർകുൻ, അത്വയ്യറത്തു ശിർകുൻ, ഈ പക്ഷി ലക്ഷണം നോക്കൽ, ശകുനപ്പിഴ നോക്കൽ ശിർക്കാകുന്നു. ആ രൂപത്തിലുള്ള ദിവസങ്ങളെ സമയങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തലും ബന്ധപ്പെടുത്തലുമൊക്കെ ശിർക്കിന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുവാൻ പാടുള്ളതേ അല്ല. ഈ പഴച്ച വിശ്വാസമാണ് സഹോദരങ്ങളെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ധാരണകളുടെയും കാര്യം. ഇന്നും പല കലണ്ടറുകളിലും കാണാൻ സാധിക്കും ദിവസങ്ങളെ കുറ്റം പറയുന്ന സമ്പ്രദായം. നമ്മുടെ നാട്ടുകളിൽ, നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകളുടെ വീടുകളിലും തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകളിൽ ഒരു കോളം തന്നെ കാണാൻ സാധിക്കും, നഹ്സുകൾ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നഹ്സുകൾ എന്നാണ്. എന്താ ഈ നഹ്സ് എന്ന് പറഞ്ഞാൽ? ദുശ്ശഗുണത്തിന്റെ ദിവസങ്ങളാണ്, ചില ദിവസങ്ങൾ വളരെ മോശമാണ് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു മുസ്ലിയാർ എഴുതുകയാണ്, എല്ലാ അറബി മാസങ്ങളിൽ നിന്നും താഴെ പറയുന്ന ദിവസങ്ങളിൽ പുതുവസ്ത്രം ധരിക്കുക, വിവാഹം ചെയ്യുക, വൃക്ഷങ്ങൾ നടുക, കിണർ കുഴിക്കുക, കെട്ടിടം ഉണ്ടാക്കുക, ഭരണാധികാരിയെ സമീപിക്കുക എന്നീ പ്രധാന കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ അറബി മാസങ്ങളുടെയും ഏതൊക്കെ ദിവസങ്ങൾ മോശാണ്? 3, 5, 13, 16, 21, 24, 25 ആൻഡ് ഒടുവിലെ ബുധൻ. അതിന് എല്ലാ മാസവും അവിടെ റെഡി ആയിട്ട് അവിടെ അങ്ങനെ നൈസായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ പുറമെ ഈ പറയുന്ന 1, 2, 3, 4, 5, 6, 7 ദിവസം നഹസാണ്. എല്ലാ മാസവും 24 നഹസാണ്. റമദാൻ 24 കടുത്ത നഹസാണ്. ഇതൊക്കെ വെറുതെ പറയണല്ലോ കേട്ടോ. ഇത് നഹ്സ് എന്നുള്ള ലേഖനത്തിൽ റിയാസ് ഫൈസി എന്ന് പറയുന്ന ആൾ എഴുതിയതാണ്. ആദ്യം എഴുതിയത് ഒരു കോയക്കുട്ടി ബാക്കവി, ഒക്കെ മൗലവിമാരാണ്, വലിയ നേതാക്കന്മാർ എഴുതണാണ് ഇതൊക്കെ. ഇനി കേട്ടോളൂ അടുത്തത്. എല്ലാ മാസവും 3, 5, 13, 16, 21, 24, 25, 28 എന്നിവ ശുഭകരമല്ലെന്നാണ് ചരിത്ര സത്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ഷെയ്ഖ് ഷാലിയാത്തി സ്പഷ്ടമാക്കിയിട്ടുണ്ട്. സഹാബിയൊന്നുമല്ല കേട്ടോ, ചാലിയത്തുള്ള ആളാണ്. അതാ ഷാലിയാത്തി എന്ന് പറയുന്നത്. കോഴിക്കോടെ, നമ്മളെ കോഴിക്കോട്ടുകാരനാണ് ചാലിയത്തുള്ള ഷാലിയാത്തി. മൂപ്പരാണ് പറയുന്നത്, മൂപ്പരാണ് പ്രഖ്യാപിക്കുകയാണ്. ഇവരാണ് ദിവസത്തിൻ്റെ ഏതാ നല്ലതെന്നൊക്കെ ഇവരാണ് തീരുമാനിക്കണം. എന്നാൽ സഫർ മാസം 10, മുഹറം 10, റജബ് 10, ജമാദുൽ ഊല 22 എന്നിവയെയും ഉത്തമവും ശുഭവുമായി പണ്ഡിതരിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ പ്രസ്തുത ദിനങ്ങളിലും ഉദ്ദേശകാര്യങ്ങൾ നടത്താതിരിക്കുന്നത് അഭികാമ്യമെന്ന് പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതും പോക്കാണ്, ഇതൊന്നും പാടില്ല എന്നാണ്. എന്താ സഹോദരങ്ങളെ, നീ ഓരോന്നിൻ്റെ കേട്ടോളൂ. ഇതൊക്കെ ഈ സമൂഹത്തോടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ റെക്കോർഡിൽ ഉണ്ടാവണം, ആളുകൾ പഠിക്കണം. ഇതൊക്കെ നമ്മളെ സമൂഹം എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇനി കേട്ടോ, ചില
അള്ളാഹു ചില ദിവസങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് സൗഭാഗ്യം എന്ന നിലയിലും മറ്റു ചില ദിവസങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ശകുനപ്പിഴയിലുമാണ്. കള്ളം പറയണം അള്ളാഹിന്റെ പേരിൽ. അള്ളാഹ് അങ്ങനെ ശകുനപ്പിഴയായിട്ടൊരു ദിവസം സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ ദിവസവും റബ്ബിന്റെ സൃഷ്ടികളാണ്. ഓരോ ദിവസത്തിന് ചില പ്രത്യേകതകൾ, മഹത്വങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ അവസരത്തിൽ മറ്റേതെങ്കിലും ദിവസം മോശമാണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ആദമിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ എന്നെ ചീത്ത പറയുന്നു. അപ്പൊ എങ്ങനെ അള്ളാഹിനെ ചീത്ത പറയൽ അള്ളാഹ് വിശദീകരിച്ചു കൊടുത്തു. ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. യസുബ്ബുദ്ദഹ്റ, കാലത്തെ അവൻ ചീത്ത പറയുന്നു. വഅനദ്ദഹ്ർ, ഞാനാണ് കാലം, കാലത്തെ സൃഷ്ടിച്ചവനും. ഉഖല്ലിബുൽ ലൈല വന്നഹാറ, രാപ്പകലുകളെ മാറി മാറി സൃഷ്ടിക്കുകയും അങ്ങനെ സമയത്തെയും കാലത്തെയും സൃഷ്ടിച്ചവൻ ഞാനാണെന്നിരിക്കെ ഏതെങ്കിലും ഒരു സമയത്തെയോ കാലത്തെയോ പഴിക്കുന്നതും ചീത്ത പറയലും എന്നെ ചീത്ത പറയലാണ്. അള്ളാഹ് പറഞ്ഞതാണ്. അടുത്ത തെറ്റായിട്ടാണ് ഇസ്ലാം പറഞ്ഞത്. ഇവിടെ നോക്കി, ഇസ്ലാക്കന്മാരെ എഴുതി വിടുകയാണ്. അത് അള്ളാഹു ചിലരെ നരകത്തിന് വേണ്ടിയും ചിലരെ സ്വർഗത്തിന് വേണ്ടിയും സൃഷ്ടിച്ചതുപോലെയാണ്. 7 ദിവസങ്ങൾ ശകുനപ്പിഴ ഇല്ലാത്തതായി ഒരു മാസവുമില്ല. എല്ലാ മാസവും 7 ദിവസം എന്താണ്? ശകുനപ്പിഴയാണ്. ഇനി അതിന് കാരണങ്ങൾ കേട്ടോളി. അതിനൊക്കെ കാരണമുണ്ട്, ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ചൊവ്വാഴ്ച. അന്നാണ് ഖാബീൽ ഹാബീലിനെ കൊന്നത്. അപ്പൊ ആദം നബിയുടെ 2 പുത്രന്മാർ ഖാബീൽ ഹാബീലിനെ കൊന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ആ ദിവസം ഔട്ട്. 5-ാം ദിവസമാണ് വ്യാഴം. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതുകൊണ്ട് വ്യാഴം ഔട്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിൽ എറിയപ്പെട്ടതും അന്നേ ദിവസം തന്നെയാണ്. അപ്പൊ അതും ദുശകുനായി. മാസത്തിലെ 13-ാം ദിവസമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടത്. പ്രശ്നമായി. 16-ാം ദിവസമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആധിപത്യം നശിപ്പിക്കപ്പെട്ടത്. കാരണം ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് കഥ. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനത ഭൂമിയിൽ നിന്ന് ആഴ്ത്തപ്പെട്ടത് 21-ാം ദിവസമാണ്. അതുകൊണ്ട് 21ഉം നഹസായി. 24-ാം ദിവസമാണ് ഫിറഔൻ ജനിച്ചത്. അന്ന് അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ ദിവസവും പോക്കായി. അന്ന് തന്നെയാണ് നോഹിന്റെ ജനത മുക്കിക്കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് അതും നഹസായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടത് 25-ാം ദിവസമാണ്. അതുകൊണ്ട് അതും പ്രശ്നമായി. ബുധനാഴ്ച ദിവസം മാസത്തിന്റെ അവസാന ദിനമായി വരുന്ന പക്ഷം ആ ദിവസം ശകുനപ്പിഴ നിലനിൽക്കും. ആദ് സമുദായത്തിന്റെ മേൽ കാറ്റിനെ അയക്കപ്പെട്ടതും സമൂദ് സമുദായത്തിന്റെ മേൽ അട്ടഹാസം സൃഷ്ടിക്കപ്പെട്ടതും അതേ ദിവസം തന്നെയാണ്. അതുകൊണ്ട് ബുധനൊക്കെ പ്രശ്നമാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ സഹോദരങ്ങളെ, ഇതാണ് മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് കല്യാണം നിശ്ചയിക്കാനോ യാത്ര പുറപ്പെടാനോ വീട് നിർമ്മാണത്തിന് കുറ്റിയടിക്കാനോ വീട് താമസത്തിനോ വാഹനം റോട്ടിലിറക്കാനോ ഒക്കെ അഭിപ്രായം ചോദിച്ചാൽ ഇവർ ഈ കലണ്ടർ നോക്കിയിട്ടാണ് പറയുക, ഈ ദിവസം നന്നല്ല, അതുകൊണ്ട് അതാണ് കഴിഞ്ഞോട്ടെ, ഈ ദിവസം പറ്റൂല. ഇങ്ങനെ ഈ രൂപത്തിലുള്ള കാലഘട്ടങ്ങളെ നല്ലതും ചീത്തയുമാക്കി വേർതിരിക്കുന്ന ഈ സമ്പ്രദായം തനിച്ച ജാഹിലിയത്താണ്. ഇതൊക്കെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. കള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ വെച്ച് കെട്ടുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എത്ര ഗുരുതരമാണ് നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ. ഇതാണ് ഇതിന്റെ ആൾക്കാരാണ് ഇപ്പൊ ഈ നാട്ടുകാരും പറഞ്ഞതിന് ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളുടെ വരവ് കൊണ്ട് ഞങ്ങൾ ആകെ ശകുനപ്പിഴയിലായിരിക്കുന്നു. അപ്പൊ ഈ വിശ്വാസങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ കുറേ വിശ്വാസം ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ സമൂഹത്തിൽ ആരുടെയൊക്കെ കയ്യിലുണ്ടോ എല്ലാവരും അത് ഒഴിവാക്കണം, മനസ്സിലാക്കണം. പല നാടുകളിൽ പല രൂപത്തിലാണ്, പല രൂപത്തിലുള്ള ചിന്താഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേട്ടോളൂ നിങ്ങൾ. വൽ ഉബൂറു ഫൗഖ തിഫ്ലി, കിടക്കുന്ന കുട്ടിയെ ചാടിക്കടന്നാൽ പ്രശ്നല്ലേ? നിങ്ങളൊക്കെ കേൾക്കണേനല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമൊന്നല്ല, അറബ് നാട്ടിലുണ്ട്. വഖസ്സുൽ അലാഫിരി ലൈലൻ, രാത്രി നഖം മുറിക്കുക. വകനസുൽ ബൈത്തി ബിൽ ലൈലി, രാത്രിയിൽ അടിച്ചു വാരുക. വീട് അടിച്ചു വാരാൻ പാടില്ല രാത്രി. അതുപോലെ തന്നെ സൂചി കോർക്കുക, ടൈലറിങ് പണി, തുന്നൽ പണി എടുക്കാൻ പാടില്ല രാത്രി സമയത്ത്. വീട്ടിലേക്ക് കയറി വരുന്ന ഉമ്മറപ്പടിയിൽ ഇരിക്കുക, അത് പാടില്ല. തുണിയുടെ തലപ്പ് കൊണ്ട് മുഖം തുടക്കുക, പാടില്ല. അങ്ങനെ കുറേ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണ്. അതേപോലെ നമ്മുടെ നാട്ടിലൊരു സാധു ജീവിണ്ട്, അതിനെ പച്ചപ്പുൽച്ചാടി എന്ന് പറയും. നമ്മൾ ഈ പുല്ലുമ്മലക്ക് ചാടി നടക്കുന്ന ഒരു പച്ചത്തുള്ളൻ, എന്താ അതിന് പറയാം, ഓരോ നാട്ടിലും ഓരോ പേരാ. അത് നമ്മുടെ ശരീരത്തിൽ ഇരുന്ന അപ്പൊ പ്രശ്നം പറയാം, നേർച്ചക്കടം വീട്ടാണ്ട്. അപ്പൊ മമ്പുറത്തൊക്കെ എന്തോ നേർച്ചയാക്കിക്കണ്, ബദരീങ്ങളെ പേരിൽ എന്തോ നേർച്ചയാക്കിയിട്ടുണ്ട്, നേർച്ചക്കടം വീട്ടാത്ത ചോദിക്കാൻ വന്നിക്കാണ് മൂപ്പര് എന്നാണ്.
അതേപോലെ വേറൊരു ജീവിണ്ട്, ഒരു സാധു ജീവി, അതിങ്ങനെ അതിൻ്റെ ശബ്ദം ഭയങ്കര അരോചകമാണ്, രാത്രികളിലൊക്കെ കേൾക്കുക. മണ്ണട്ട എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ചീവീട് എന്ന് പറയും വേറെ ചില സ്ഥലങ്ങളിൽ. അതിങ്ങനെ മഴക്കാലത്ത് അങ്ങനെ അതും കേൾക്കുക. ഇത് നമ്മളെ വിരിപ്പിലോ കട്ടിലുമ്പലോ ഒക്കെ കണ്ടാൽ ആകെ പ്രശ്നമാണ്. മയ്യത്തും വെള്ളം കുടിച്ചിട്ടേ ആ ജീവി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിലിപ്പോൾ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ അടുത്തിട്ടുണ്ട്, ആ വെള്ളത്തിരി കുടിച്ചിട്ടേ മൂപ്പരാൾ എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്കാണ് പോകുള്ളൂ. ഇങ്ങനെ അപകടകരമായ വിശ്വാസങ്ങളും ധാരണകളും നമുക്കിങ്ങനെ ചിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കുത്തിനുണ്ട്, ബേജാറാകുണ്ടാവും. ഇപ്പോൾ പടച്ചോനെ ഇതൊക്കെ ഞാനും വിശ്വസിച്ചല്ലേ, അല്ലെങ്കിൽ ഞാനും വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നും ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട് സമൂഹത്തിൽ. ആളുകൾ വിശ്വസിക്കുന്ന ഇത്തരത്തിലുള്ള അരങ്ങ് വാഴുന്ന ഒരുപാട് ദുരാചാരങ്ങളുണ്ട്. ഈ ജാഹിലിയത്തിനെ മുഴുവൻ തുടച്ചു നീക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അതുകൊണ്ടാ പഠിപ്പിച്ചത്. ഇങ്ങനത്തെ വല്ല ചിന്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ വിധത്തിലുള്ള ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് 2-3 കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒന്ന്, അത്തവക്കുലു അലല്ലാഹി ഹഖ്ഖ തവക്കുൽ. ഇങ്ങനെ വല്ല പേടി നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഒന്നും സംഭവിക്കൂല, എൻ്റെ റബ്ബ് വിധിച്ചതല്ലാതെ നടക്കൂല എന്ന് കൃത്യമായി അള്ളാഹുവിൽ തവക്കുലാക്കുവാനുള്ള ബോധം നമുക്കുണ്ടാകണം. മാത്രമല്ല, എന്താണോ താൻ വിചാരിച്ച പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ നിന്ന് ഒരിക്കലും പിറകോട്ട് പോകരുത്. ഒരാൾ യാത്ര പുറപ്പെടുമ്പോൾ പിന്നുന്നൊരാൾ വിളിച്ചു, അപ്പം എന്താ പറയാ, നല്ലൊരു ബൈക്ക് ഇറങ്ങിയതായിരുന്നു, കണ്ടില്ലേ ലക്ഷണക്കേട്, പിന്നിന്ന് വിളിച്ചില്ലേ. എന്നിട്ട് അയാൾ അവിടെ തന്നെ നിൽക്കും. ഇയാൾക്ക് പോകാൻ വയ്യ, വീട്ടിലേക്ക് പിന്നെ തിരിച്ചു കയറാൻ വയ്യാലോ. പിന്നെ മടങ്ങിയ തന്നെ പാസ്പോർട്ടാ മറന്നിക്കണതേ, പോകാതിരിക്കാനും വയ്യ. അവസാനം അവിടെ ഉണ്ട്. എവിടെ ഇയാൾ എവിടെ വെച്ചെന്ന് വീട്ടിലെ കുട്ടികൾക്കറിയോ? അവസാനം പോയി എടുക്കുക തന്നെ, പാസ്പോർട്ടാ മറന്നത്. കാരണം നല്ലൊരു ബൈക്ക് ഇറങ്ങിയിട്ട് ഇനി ആകെ പ്രശ്നമാവുന്നത്. ഇതൊക്കെ ഈ സമൂഹം പേറുന്നതാണ്. ഈ സമൂഹത്തിന് ഈ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാ നിലക്കും ഇതൊക്കെ ജനങ്ങൾക്കിടയിലുണ്ട്. മാറണം. നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ പരസ്യമായിട്ട് ആരോടും പറയേണ്ട, നമ്മളെ മനസ്സിൽ തന്നെ എടുത്തു കളഞ്ഞാൽ മതി. ആ കാരണത്താൽ ഒരു പ്രവൃത്തിയിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോകരുത്. മൂന്നാമത്തെ മാർഗം, അള്ളാഹുവിനോട് ശൈത്താനിൻ്റെ ഇത്തരത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ആത്മാർത്ഥമായി തേടണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മൻ റദ്ദതുഹു ത്വയറതു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ആർക്കെങ്കിലും ദുശ്ശകുനപ്പിഴയുടെ വിശ്വാസം അവന്റെ ആവശ്യത്തിൽ നിന്ന് പിറകോട്ടടിച്ചുവെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. ഈ രൂപത്തിലുള്ള ഏതെങ്കിലും അന്ധവിശ്വാസം കാരണത്താൽ ചെയ്യാൻ വിചാരിച്ച വല്ല പണിയും ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിർക്കാണ് ചെയ്തത്. അപ്പൊ സഹാബത്തിന് പേടിയായി. റസൂലുള്ളാഹിനോട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ കഫാറത്തു ദാലിക. അങ്ങനത്തെ വല്ല ചിന്തയും വന്നു പോയാൽ, മനുഷ്യരല്ലേ, ഹൃദയത്തിൽ അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ജാഹിലിയത്ത് കുറേ കൊണ്ട് നടന്നതല്ലേ, അതിൻ്റെ ഇത്തിരിയൊക്കെ അവശിഷ്ടങ്ങൾ കൽബിലുണ്ടാവൂലേ. അങ്ങനെ തോന്നിയാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താണ് നബിയെ? സഹാബത്തിന് പേടിയായി. അവർ ചോദിച്ചു. കാരണം അവർ ജാഹിലിയത്തിൽ വളർന്നതാണ്. ഇനി അങ്ങനെ വന്നു പോയാൽ എന്താ ചെയ്യുക? അത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇത്തിരി മനസ്സിൽ അങ്ങനെ ഒരു എക്കാശക്ക് ഒരു സംശയം കുടുങ്ങിയ എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അൻ യഖൂല അഹദുഹും, നിങ്ങൾ ഇപ്രകാരം ഉടനെ ദുആർന്നോ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ തൈറ ഇല്ലാ തൈറുക വലാ ഇലാഹ ഖൈറുക. അല്ലാഹുവേ, നീ വിധിച്ച ഒരു നന്മയല്ലാത്ത ഒരു നന്മയുമില്ല, നിന്റെ സൃഷ്ടിയല്ലാത്ത ഒരു പക്ഷിയുമില്ല, അതിന്റെ ലഭലക്ഷണങ്ങളുമില്ല. വലാ ഇലാഹ ഖൈറുക, നീ അല്ലാതെ ഒരാരാധ്യനുമില്ല, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് റബ്ബിലേക്ക് അങ്ങ് തവക്കുലാക്കിക്കോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇനിയും അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ ഇതേപോലെയുള്ള ശകുനപ്പിഴയെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തറുദ്ദു മുസ്ലിമാ, ഒരു മുസ്ലിമും അതിൽ പെട്ടിട്ട് താൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് പിന്തിരിയരുതേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം, ഫൈദാ റആ അഹദുകും മാ യക്റഹു, തനിക്ക് ഇഷ്ടകരമല്ലാത്ത വല്ല കാഴ്ചകളും കണ്ടാൽ ഫൽയഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്ന് പറയട്ടെ. അവനക്കൊന്നും സംഭവിക്കൂല. എന്താ പറയാൻ പറഞ്ഞത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നന്മകളെ നീയല്ലാതെ കൊണ്ടുവന്നു തരികയില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, ബുദ്ധിമുട്ടുകളെയും ആപത്തുകളെയും നീയല്ലാതെ തടുക്കുന്നവനുമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക,
നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും പവറും ഇല്ല എന്നാണ് പറഞ്ഞോ. ആ വസ്വാസാണ് നീങ്ങട്ട മനസ്സെന്ന് ആണ് പോയിക്കോളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ജനത ഏത് കാലത്തും നല്ല ആൾക്കാർ വന്നപ്പോൾ ഇവർ വന്നതുകൊണ്ട് ഇവിടെ ആകെ പ്രശ്നമായി എന്ന് പറഞ്ഞ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ പിഴച്ച വിശ്വാസം. അതുകൊണ്ടാണ് നല്ലവരായ ആ മുർസലുകളെ സന്മാർഗത്തിലേക്ക് ദിശാബോധം നൽകാൻ വേണ്ടി നിയുക്തരായ ആ നല്ല മനുഷ്യന്മാരെ നോക്കിപ്പോലും ആ ജനത പറഞ്ഞതെന്താണ്? ഖാലൂ, അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബിക്കും, തീർച്ചയായും ഞങ്ങൾക്ക് ശകുനപ്പിഴ പറ്റിയിരിക്കുന്നു, ബിക്കും, നിങ്ങൾ കാരണമായി. അതുകൊണ്ട് ഇല്ലം തന്തഹു, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾ പാഠം പഠിക്കണം. പ്രബോധകന്മാരെ ഭീഷണിപ്പെടുത്തും, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ എറിഞ്ഞോടിക്കും. വലയമസ്സന്നക്കും, നിങ്ങൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മിന്നാ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ ഞങ്ങൾ നിങ്ങളെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സ്ഥലം വിട്ടോ, ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോ, ഇവിടെ ഇനി പുത്തൻവാദം വിളമ്പണ്ട, ഇവിടെ നിങ്ങളുടെ ദഅവത്തിന് നടത്താൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തുക. എക്കാലഘട്ടത്തിലും ജനങ്ങൾ ഇബ്രാഹിം നബിനോട് ബാപ്പ പറഞ്ഞില്ലേ, ഇല്ലം തന്തഹീല അർജുമന്നക വഹ്ജുർനി മലിയ, വേഗന്റെ മുമ്പൊന്ന് പൊയ്ക്കോ, നിന്ന് എറിഞ്ഞു കൊല്ലു. അല്ലെങ്കിൽ ബാപ്പ പറയണ ആരോട്? മകനായ ഇബ്രാഹിം നബിയോട്. എന്താ ഇബ്രാഹിം നബി ബാപ്പാനെ ചീത്തറിഞ്ഞോ? ചീത്തൊന്നും പറഞ്ഞില്ല, ദഅവത്ത് നടത്തി. യാ അബതീ ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, എൻ്റെ പൊന്നു പിതാവേ, നിങ്ങൾ എന്തിനാണ് ഉപദ്രവവും ഉപകാരവും ഒന്നും ചെയ്യാത്ത, കാണാത്ത കേൾക്കാത്ത ഇത്തരത്തിലുള്ളവയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവയ്ക്ക് നിങ്ങൾ ഇബാദത്തെടുക്കുന്നത് എന്തിനാ? പിതാവേ, നിങ്ങൾ ഈ നില തുടർന്നാൽ നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷ കിട്ടുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. പിതാവേ, നിങ്ങൾ ചെകുത്താനെ ആരാധിക്കുന്ന കമ്പനിയായി ആ ശൈത്താന്റെ ആളായി കൊണ്ട് മാറിയാൽ നിങ്ങൾ വല്ലാത്ത പിഴവിൽ പെട്ടുപോകുമല്ലോ ഉപ്പാ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് അവസാനിപ്പിക്കണം ഉപ്പാ. നിങ്ങൾക്ക് കിട്ടാത്ത അറിവെനിക്ക് കിട്ടുന്നത് കൊണ്ട്, എൻ്റെ സ്നേഹത്വം കൊണ്ടാണ് ഞാൻ എൻ്റെ ഉപ്പയോട് പറയുന്നത്. ഞാനീ പറയുന്നത് എൻ്റെ ഉപ്പ ഒന്ന് അനുസരിക്കണേ എന്ന് മകൻ പറഞ്ഞപ്പോഴാ പറയുന്നത്, ഇല്ലം തന്തഹീല അർജുമന്നക, അവസാനിപ്പിച്ചോ, വേഗം പൊയ്ക്കൊന്റെ മുമ്പെന്ന്. വേജുർണി മലിയ, പോടാ, ഇറങ്ങിപ്പോടാ, നീ ഒരു അക്ഷരം ഇവിടെ മിണ്ടാൻ പാടില്ല, കൊല്ലും ഞാൻ നിന്നെ. അവർ കൊല്ലും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മൾ പറഞ്ഞോ? വാപ്പനോട് പറഞ്ഞോ? കുടുംബത്തോട് പറഞ്ഞോ? ആരോടാ നമ്മൾ പറഞ്ഞത്? ആരോടാ ദഅവത്ത് നടത്തിയത്? നമുക്കൊക്കെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റെടുക്കാൻ പാർട്ടി ഓഫീസുകളുണ്ടാവും, പള്ളികളുണ്ടാവും, മദ്രസകളുണ്ടാവും, സ്ഥാപനങ്ങളുണ്ടാവും. ജിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിക്കോ എന്ന് പറയാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇബ്രാഹിം നബി ആരെയും കണ്ടിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇബ്രാഹിം നബിയുടെ കൂടെ അത് പറയുമ്പോൾ അന്ന് ആരും ഒരൊറ്റ മനുഷ്യല്ല, ഒരൊറ്റ അനുയായി ഇല്ല. പാപ്പനോട് അത് പറയുമ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവസാനം എന്താ പറയുക? പാപ്പ, നിങ്ങൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്നല്ല പറഞ്ഞത്. വഅഅ്തസിലുകും വമാ തദഊന മിൻ ദൂനില്ലാഹ് വഅദഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയാ. ഞാൻ ഇവിടുന്ന് പോണല്ലേ, പോകാം, ഞാൻ പോയിക്കോളാം. വഅഅ്തസിലുകും, ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്, ഞാൻ നിങ്ങളെ വെടിഞ്ഞു പോവുകയാണ്. വമാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരോടൊക്കെ ഞാൻ വിട്ടുപോവുക തന്നെയാണ്. എന്നിട്ടോ എനിക്ക് ആരുമില്ലാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വഅദഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രം ഞാൻ ദുആ ചെയ്ത് ജീവിക്കും. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയാ, എൻ്റെ റബ്ബിനോട് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്നെ എൻ്റെ റബ്ബ് കൈവടിയുകയോ എന്നെ എൻ്റെ റബ്ബ് ഭാഗ്യം കെട്ടവരുടെ ലിസ്റ്റിൽ പെടുത്തുകയോ ചെയ്യുമെന്ന ബോധമൊന്നും എനിക്കില്ല. എൻ്റെ റബ്ബ് എനിക്ക് കാവലുണ്ടാകും. ഉപ്പാ, ഞാനിതാ ഇറങ്ങുന്നു. എവിടേക്ക് ഇറങ്ങണം? പെരുവഴിയിലേക്ക് ഇറങ്ങണം. നമുക്ക് ധൈര്യം ഉണ്ടാവോ പറയാം? നമുക്ക് ധൈര്യം ഉണ്ടാവോ? ഇബ്രാഹിം നബി പറഞ്ഞ പോലെ പറയാൻ ധൈര്യം ഉണ്ടാവോന്ന്? നമുക്ക് പിന്നെയും ധൈര്യം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതാ കാരണം. ആരെങ്കിലും ഏറ്റെടുക്കും. ഇങ്ങോട്ട് വാ മോനെ, നമ്മളെ പള്ളിയിൽ കിടന്നോ, നിന്റെ വീട്ടിൽ കിടന്നോ, ഈ മദ്രസയിൽ കിടന്നോ, പരീന്ന് ഭർത്താക്കിയില്ല, എങ്ങോട്ട് പോരെന്ന് പറയാൻ 100 ആളുണ്ടാവും. ഇബ്രാഹിം നബിക്ക് ആരും ഉണ്ടായില്ല. എന്നിട്ടും ഉറച്ചു നിന്ന ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ
നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും പറയുന്നത് അല്ലാഹുവോട്. ഉറച്ചു നിന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണ ദിക്റില്ലേ, പ്രഭാത പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എന്താ? അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പാതയിലായിട്ട് ഞാനിതാ. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീൻ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിമ അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിനെ നമ്മൾ 5 നേരം ഓർക്കുന്നുണ്ട്, നമ്മൾ നിസ്കാരത്തിൽ തഹിയ്യാത്തിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ യാസീൻ സൂറത്തിലും പറയുന്നത് എന്താ? നിങ്ങൾ എറിഞ്ഞു കൊല്ലും, നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, വേപ്പെടുന്ന് പൊയ്ക്കൊള്ളുന്നതാണ്. അവരൊരു മറുപടി കൊടുത്ത ഖാലൂ തായിറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴകളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കൂടെയുള്ള പിഴച്ച വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ കാരണത്താലാണ് നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളതൊക്കെ. ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇൻ ദുഃഖിർത്തും, ഞങ്ങൾ നിങ്ങളോട് ഉത്ബോധനം നൽകപ്പെട്ടതിനാണോ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ നിങ്ങളോട് ഈ നന്മയൊക്കെ ഉത്ബോധിപ്പിച്ചതിനാണോ നിങ്ങൾ ഇതൊക്കെ ഞങ്ങളെപ്പറ്റി പറയുന്നത്? ബൽ, ഇതൊന്നുമല്ല കാര്യം. അൻതും, നിങ്ങൾ ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കവിഞ്ഞ ഒരു ജനതയാണ്. എല്ലാ മേഖലയിലും ആ ജനത അതിര് കവിഞ്ഞവരായിരുന്നു. അവരുടെ വാക്കുകളിൽ, അവരുടെ വിശ്വാസങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഇടപാടുകളിൽ, അവരുടെ ചെയ്തികളിൽ, പ്രബോധകന്മാരോടുള്ള പെരുമാറ്റങ്ങളിൽ, അവരുടെ മുഖത്തു നോക്കി അവരെ ചീത്ത പറഞ്ഞതിൽ, അവരെ ആക്ഷേപിച്ചതിൽ, സത്യത്തെ നിരാകരിക്കുന്നതിൽ, എല്ലാ കാര്യങ്ങളിലും ആ ജനത ആരായിരുന്നു? മുസ്രിഫുകളായിരുന്നു. അതാണ് പറയുന്നത് ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇസ്രാഫിലാണുള്ളത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച പരിധി നിങ്ങൾ എന്നോ വിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഷർറുകളും നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്നാണ് ആ ജനതയുടെ മുഖത്ത് നോക്കി ധീരമായി മഹാന്മാരായ ആ പ്രവാചകന്മാർ പറഞ്ഞത്. പിന്നീട് എന്തുണ്ടായി എന്നാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അറിഞ്ഞ നേരനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങളും ബറക്കാത്തുകളും അവൻ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സദാ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم زدنا علما نافعا، اللهم زدنا علما نافعا، اللهم زدنا علما نافعا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.